കേരളത്തിൽ ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് സേനയിൽ അടിമുടി അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നതിനെ ആശ്രയിച്ച് പോലീസ് ആസ്ഥാനം മുതൽ ലോക്കൽ സ്റ്റേഷനുകൾ വരെ വിപുലമായ സ്ഥാനചലനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടെ ADGP മുതൽ SI റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സമഗ്രമായ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കസേരകൾ ഉറപ്പിക്കാനായുള്ള തിരക്കിട്ട ചരടുവലികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ സജീവമാണ്. നിലവിലെ DGP റവാഡ ചന്ദ്രശേഖറിന് 15 മാസത്തെ സർവീസ് കൂടി ബാക്കിയുണ്ട്. സുപ്രീം കോടതി വിധി പ്രകാരം പോലീസ് മേധാവി സ്ഥാനത്ത് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന് 2 വർഷം കാലാവധി നൽകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 2027 ജൂലൈ വരെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുമെങ്കിലും പുതിയ സർക്കാരിന്റെ നയം നിർണായകമാകും. സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ യോഗേഷ് ഗുപ്ത, മനോജ് എബ്രാഹം എന്നിവരാണ് DGP സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവർ. മനോജ് എബ്രാഹമിന് 5 വർഷം സർവീസ് ബാക്കിയുള്ളത് അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങളിൽപ്പെട്ട MR അജിത് കുമാറും പട്ടികയിലുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് തഴയപ്പെട്ട യോഗേഷ് ഗുപ്തയെ പ്രധാന ചുമതലയിലേക്ക് തിരികെ എത്തിക്കാൻ പുതിയ സർക്കാർ താൽപര്യപ്പെട്ടേക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിനും സ്ഥാനചലനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പകരം P വിജയൻ അല്ലെങ്കിൽ ദിനേന്ദ്ര കശ്യപ് എന്നിവർക്ക് ക്രമസമാധാന ചുമതല ലഭിച്ചേക്കാം. P വിജയനെ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിച്ചാൽ ദിനേന്ദ്ര കശ്യപിനെ ഇന്റലിജൻസ് മേധാവിയാക്കാനാണ് സാധ്യത. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടത് അനുകൂലികളായ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടനകൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 10 വർഷമായി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ആംഡ് പോലീസ് ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ തുടരുന്നവരുടെ പട്ടിക സംഘടനകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇവരെ കൂട്ടത്തോടെ ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് മാറ്റാനും പകരം കഴിഞ്ഞ ഭരണകാലത്ത് അകാരണമായി ജില്ലകൾക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റപ്പെട്ടവരെ തിരികെ നിയമിക്കാനുമാണ് നീക്കം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ AR ക്യാമ്പ്, കമ്മീഷണർ ഓഫീസ്, കൺട്രോൾ റൂം തുടങ്ങിയ ഇടങ്ങളിൽ റൈറ്റർ തസ്തികകളിലിരിക്കുന്ന ഇടത് സംഘടനക്കാരായ ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെയെല്ലാം കൂട്ടത്തോടെ ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് കെട്ടുകെട്ടിക്കാനാണ് നീക്കം. ഭരണം മാറിയതോടെ ഗൺമാന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ദൂർത്തിനും അന്ത്യമാവുകയാണ്. സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കാണിച്ച് CPM നേതാക്കൾക്ക് വാരിക്കോരി നൽകിയിരുന്ന ഗൺമാൻ പടയെ പോലീസ് ആസ്ഥാനത്തേക്ക് തിരിച്ചു വിളിക്കാൻ നടപടി തുടങ്ങി. EP ജയരാജൻ, P ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർക്കും പരാജയപ്പെട്ട ഒരു മുൻ കൗൺസിലർക്ക് വരെ നൽകിയ ഗൺമാൻ സുരക്ഷയും റദ്ദാക്കും. ഏകദേശം 500ഓളം പോലീസുകാരാണ് ഇത്തരത്തിൽ നേതാക്കൾക്കു പിന്നാലെ നടക്കുന്നത്. ഇവരെയെല്ലാം ക്രമസമാധാന ചുമതലയിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് തീരുമാനം. അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരെന്നുറപ്പാക്കുന്നതിന് മുൻപേ തങ്ങളുടെ ഇഷ്ടക്കാരെ ഗൺമാന്മാരാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും സമ്മർദ്ദം മുറുകുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാക്കളായിരുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പുതിയ സർക്കാർ വരും മുൻപേ പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങൾ പോലീസ് അനുവദിച്ചെങ്കിലും ഇരുവരും അത് നിരസിച്ചു. പുതിയ മന്ത്രിസഭ വരും മുൻപേ മന്ത്രിമാരുടെ ഗൺമാന്മാരാകാൻ പോലീസിലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വഴി ചരടുവലികൾ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേരള പോലീസിന്റെ തലപ്പത്ത് വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾക്കാണ് സെക്രട്ടേറിയറ്റും പോലീസ് ആസ്ഥാനവും സാക്ഷ്യം വഹിക്കുക. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഓഫീസുകളിൽ ഇതിനോടകം തന്നെ അദൃശ്യമായ അഴിച്ചുപണി തുടങ്ങിക്കഴിഞ്ഞു. AR ക്യാമ്പ്, കൺട്രോൾ റൂം, കമ്മീഷണർ ഓഫീസ് എന്നിവിടങ്ങളിലെ ഇടത് അനുകൂലികളായ റൈറ്റർമാരെയും അസിസ്റ്റന്റ് റൈറ്റർമാരെയും പുകച്ച് പുറത്താക്കി വലത് സംഘടനകൾ സീറ്റുകൾ പിടിച്ചെടുക്കുകയാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് അകാരണമായി ദൂരദിക്കുകളിലേക്ക് നാടുകടത്തപ്പെട്ട കോൺഗ്രസ് അനുകൂലികളെ തലസ്ഥാനത്തേക്ക് തിരികെ എത്തിക്കാനുള്ള ചർച്ചകളും ഊർജിതമാണ്. ചുരുക്കത്തിൽ കാക്കിപ്പടയിൽ ഇനി ചുവപ്പ് മാറി ത്രിവർണം തെളിയുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്.